നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല. വെറും ഒരു ഭൂസമരമായിരുന്നില്ല മുനമ്പത്തേത്. കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അതിന് വ്യക്തമായ രാഷ്ട്രീയ നിറമുണ്ടായിരുന്നു. വഖഫ് ബില്ല് വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സമരക്കാർക്കൊപ്പം കൂടിയ സംഘപരിവാർ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു മുനമ്പത്തെ സാധാരണ മനുഷ്യർ അണിനിരന്ന സമരം. സംഘപരിവാർ ചെല്ലും ചെലവും കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്ന കാസ പോലുള്ള കൊടും വർഗീയ കൂട്ടായ്മകളായിരുന്നു സമരത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്നത്. അതിനാൽ തന്നെ മുനമ്പത്തെ 600-ലേറെ കുടുംബങ്ങൾക്ക് നീതി കിട്ടുക എന്നതിനപ്പുറം കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള വലിയൊരു അവസരമായാണ് അവരിതിനെ വിഭാവനം ചെയ്തത്. മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനും ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ മുസ്ലിം വിദ്വേഷം വളർത്താനും സംഖ്യകൾക്ക് വേരോട്ടമുണ്ടാക്കാനും അതുവഴി സംസ്ഥാന ഭരണം പിടിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഇതോടനുബന്ധിച്ച് അരങ്ങ് തകർത്തു. അതേ കോൺഗ്രസും CPM-ന്റെ MPs പാർലമെന്റിൽ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു സൊല്യൂഷനോ ഒരു പരിഹാരവും മുമ്പോട്ട് വെച്ചു. വിഷയത്തിൽ ഇടപെടാൻ എത്തുന്ന കേരളത്തിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രതിക്കൂട്ടിലാക്കി അകറ്റി നിർത്തിക്കൊണ്ടാണ് സംഘികൾ അവരുടെ ജന്മസിദ്ധമായ കുളങ്കലക്കലുമായി മുന്നോട്ട് പോയത്. അത് വലിയ അളവിൽ തന്നെ വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുകയും കേരളത്തെ വളരെ അപകടകരമായ ഒരു മതവിദ്വേഷത്തിന്റെ മുനമ്പിലേക്ക് കൊണ്ടെത്തുകയും ചെയ്തു. മത സാമുദായിക സൗഹാർദ്ദത്തിനായി എന്നും നിലയുറപ്പിച്ച ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കിടയിൽ അപരവിദ്വേഷം വളർത്താൻ അവരെ തങ്ങളുടെ വോട്ട് ബാങ്കായി ഉറപ്പിക്കാനുള്ള ആർത്തിയിൽ സംഘപരിവാർ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തു. ആരാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ആകെ സംസാരിച്ചിട്ടുള്ളത്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരും ആയിരുന്നു വെച്ചെങ്കിൽ ഇവരുടെ രണ്ടുപേരും കൂട്ടുകെട്ടിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റും. അങ്ങനെ സംഘർഷഭരിതമായ 400-ലേറെ ദിവസങ്ങൾക്ക് ശേഷം മുനമ്പം സമരം തീരുകയാണ്. മുനമ്പം പള്ളിയോട് ചേർന്ന പന്തലിൽ നടത്തുന്ന പ്രക്ഷോഭം ഇന്ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P. രാജീവ് നാരങ്ങാ നീര് നൽകി അവസാനിപ്പിക്കുകയാണെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ഭൂസംരക്ഷണ സമിതിയാണ് അറിയിച്ചത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് 413-ാം ദിവസം സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന സമരത്തിന്റെ കോർ കമ്മിറ്റി തീരുമാനിച്ചത്. സമരം തീരുകയാണെങ്കിലും ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടണമെന്ന അവസാനത്തെ കടമ്പ കൂടി കടക്കാൻ തങ്ങൾ രംഗത്തുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സമരസമിതി ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. കരമടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാമെന്ന അഭിപ്രായത്തിലേക്ക് സമരസമിതിയിലെ ഭൂരിപക്ഷം പേരും എത്തി. ഈ 610 കുടുംബങ്ങളുടെ വിജയമാണ്. ഒരാളെ പോലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ സമരസമിതിയോട് പറഞ്ഞിരുന്നു. കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം തകർത്തുകൊണ്ട് അധികാരം പിടിക്കാനുള്ള സംഘപരിവാറിന്റെ വിശാല പദ്ധതിയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അപകടകരമായൊരു മുനമ്പിൽ നിന്നാണ് ഇപ്പോൾ മുനമ്പം സമരം തിരിഞ്ഞു നടക്കുന്നത്. അതിലേറെ പ്രധാനമാണ് സമരം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്രനാളും സമരപ്പന്തലിലിരുന്ന പാവപ്പെട്ട മനുഷ്യർ എത്തി നിൽക്കുന്ന ഒരു വലിയ തിരിച്ചറിവുണ്ട്. പച്ചനുണകൾ, അപരവിദ്വേഷം നിറഞ്ഞ പ്രചാരണങ്ങളിലൂടെ കുളം കലക്കിയ സംഖ്യകളുടെ തങ്ങൾക്ക് നീതി കിട്ടാനുള്ള ശ്രമമായിരുന്നില്ല എന്നും കേരളം പിടിക്കാനുള്ള വലിയ അജണ്ടയുടെ ഭാഗമായ ഗൂഢ പദ്ധതികളായിരുന്നു അതെന്നുമാണ് മുനമ്പൻ ജനത ഇപ്പോൾ തിരിച്ചറിയുന്നത്. അതുതന്നെയാണ് കേരള സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വിശ്വസിക്കാനും മുന്നിൽ വന്ന ഉറപ്പുകൾ വിശ്വാസത്തിലെടുത്ത് സമരം അവസാനിപ്പിക്കാനും ഇവരെ പ്രേരിപ്പിച്ചത്. മന്ത്രി P. രാജീവ് സമരക്കാർക്ക് നാരങ്ങാ നീര് നൽകി നാളെ സമരം അവസാനിപ്പിക്കുമെന്നായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുകയാണെന്ന ആരോപണവുമായി സമരസമിതിയിലെ BJP അനുകൂലികൾ നാളെ മുതൽ ബദൽ സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ BJP അനുകൂലിയാണ്, തീർച്ചയായിട്ടും. കാരണം ഞങ്ങളെ രക്ഷിച്ചവന്റെ കൂടെയുള്ള രാഷ്ട്രീയമാണ്. സമരസമിതി നേതൃത്വം സംസ്ഥാന സർക്കാരിനോട് അടുക്കുന്നെന്ന് വ്യക്തമായതോടെയാണ് സമരസമിതിയിലെ BJP അനുഭാവികൾ അതൃപ്തി പരസ്യമാക്കിയത്. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ സംഘികൾ വലിയ വർഗീയ കാർഡുകളാണ് പൊതുസമൂഹത്തിന് നേരെ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നത്. തികച്ചും സാങ്കേതികമായ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഉരുത്തിരിഞ്ഞ ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഇഷ്ടംപോലെ മുന്നിലിരിക്കെ അതിനുള്ള വഴികൾ നോക്കാതെയുള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ ശത്രുക്കളായി അവതരിപ്പിക്കാനുള്ള പ്രചാരണങ്ങളാണ് അരങ്ങ് തകർത്തത്. ആരും മറന്നിട്ടില്ലല്ലോ. പള്ളിയോട് ചേർന്നുള്ള സമരപ്പന്തലിൽ കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികൾക്കൊന്നും ഇടം നൽകാത്ത സമരക്കാർ
പുന്നയ്ക്കൽ സമരനായകനായ കുമ്മനം രാജശേഖരനെയും പള്ളിക്കകത്തേക്ക് വിളിച്ചു വരുത്തിയാണ് അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ സംഘപരിവാർ നടത്തിയ ഒരു കൺവെൻഷന്റെ വാർത്തകൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കേരളം ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള മുസ്ലിം വിദ്വേഷമാണ് ആ കൺവെൻഷനിൽ ഉയർന്നു വന്നത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ പല ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന RSSകാരായിരുന്നു ആ ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞുണ്ടായിരുന്നത്. മുനമ്പത്തെ സമരപ്പന്തലിൽ പ്രസംഗിച്ച വൈദികരകർത്തം ആവർത്തിച്ചത് മുസ്ലിം വിദ്വേഷത്തിന്റെ വിഷം പുരട്ടിയ മുനകളുള്ള കഥകളായിരുന്നു അന്ന് വൈകിട്ട് സമരപ്പന്തലിന് മുന്നിൽ പള്ളിപ്പറമ്പിൽ നടന്ന പ്രകടനത്തിൽ മുഴങ്ങിയത് തനി സംഘി മുദ്രാവാക്യങ്ങളായിരുന്നു. ഇടതിനും വലതിനും വോട്ടില്ല, ഒപ്പമുള്ളവർക്കേ വോട്ട് ചെയ്യൂ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ആരായിരുന്നു? വൈദികർ, കന്യാസ്ത്രീകളൊക്കെ ആയിരുന്നു എന്ന് അന്നത്തെ വീഡിയോ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒരു ദിവസത്തെ മാത്രം കഥയല്ല കേട്ടോ. മുനമ്പത്ത് പിന്നീട് ഇതുവരെ അരങ്ങു തകർത്തത് സമാനമായ വിഷം തുപ്പലുകൾ തന്നെയായിരുന്നു. പള്ളി പരിപാടികൾക്കും മതപരിപാടികൾക്കുമൊക്കെയായി പാഞ്ഞു നടക്കുന്ന സുവിശേഷ ചാനലുകൾ പോലും കാസ സാഹിത്യം വിളമ്പിയ കാലമായിരുന്നു അത്. വൈദികരുടെ റീലുകളിലും വീഡിയോകളിലും സംഗീതുണകൾ പാറിപ്പറന്നു നടന്ന കാലം. ഇന്നേ വരെ ഒരു കേരള ചരിത്രത്തിൽ ഇതുവരെ ഒരു ദേവാലയ മുറ്റത്ത് കാണാതിരുന്ന ഒരു കാഴ്ചയാണ്. കേന്ദ്രമന്ത്രിമാർ മുതൽ സംഘപരിവാറിന്റെ എല്ലാ തലത്തിലുമുള്ള നേതാക്കളെയാണ് അന്ന് സമരസമിതി ആ പന്തലിൽ വിളിച്ച് ആദരിച്ചത്. കാര്യങ്ങൾ തങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് മാറുന്നതിൽ സന്തുഷ്ടരായ സംഘപരിവാർ പ്രശ്നം പരമാവധി ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവസാനം സംഘികൾ തന്നെ കലമുടച്ചു. മുനമ്പത്തെ മനുഷ്യരെ വീണ്ടും പറ്റിക്കുന്നതിനായി ഡൽഹിയിൽ നിന്നും പറന്നു വന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വായിൽ നിന്ന് തന്നെ സമരം ചെയ്യുന്ന മനുഷ്യർ അത് കേൾക്കേണ്ടി വരികയും ചെയ്തു. Any property which is under dispute or under legal proceedings, means which is sub judice, cannot be settled as work property. It will be, if it is under legal proceedings, then it will be decided by the court. മുനമ്പത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നതായിരുന്നു സംഘികൾ സമരക്കാരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്ന വഖഫ് ബില്ല്, അതാണ് എല്ലാത്തിനും പരിഹാരമെന്ന് അവർ മുനമ്പത്തെ മനുഷ്യരെ വിശ്വസിപ്പിച്ചു. വഖഫ് ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്ത സ്വന്തം MP ഹൈബി ഈഡനെതിരെയൊക്കെ അന്തി ക്രിസ്തുവിനെ പോലെയാണ് ആ മനുഷ്യർ വെറുത്ത് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. വഖഫ് ബില്ലിനെതിരെ സംസാരിച്ചവരൊക്കെ തങ്ങളുടെ ശത്രുക്കളാണ് എന്നവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഇക്കാര്യം പച്ചയ്ക്ക് തുറന്നു പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. തങ്ങൾക്ക് വിശ്വാസം സംഘികളെ മാത്രമാണെന്നും അവർ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. വഖഫ് ബില്ല് വന്നാൽ പിറ്റേ ദിവസം മുതൽ തങ്ങളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ആ പാവപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്നുകൊണ്ടാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അക്കാര്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? അതെ, വഖഫ് ബില്ല് കൊണ്ടൊന്നും മുനമ്പത്തെ പ്രശ്നം തീരൂല, നിങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നിങ്ങൾ കോടതികളെ സമീപിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു മന്ത്രിയുടെ ശരിക്കും ഡയലോഗ്. സമരപന്തലിൽ നിന്നിറങ്ങി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തുടുന്യായം പറഞ്ഞ് മെഴുകിക്കൊണ്ടിരുന്ന മന്ത്രി റിജിജുവിനോട് ഹിന്ദു ദിനപത്രത്തിന്റെ കൊച്ചിയിലെ മുതിർന്ന ലേഖകൻ KS സുധി നിയമപ്രശ്നങ്ങൾ ഇഴകേറി ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടതോടെ കളി മാറി. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഖഫ് ബില്ല് കൊണ്ട് സാധ്യമല്ലെന്നും സാധാരണ മട്ടിൽ നിയമ പോരാട്ടം നടത്തുക മാത്രമാണ് പോംവഴിയെന്നും വിശദമായി തന്നെ റിജിജുവിന് സമ്മതിക്കേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് റിജിജു അവസാനം സമ്മതിച്ചു. So now as a minister, I will not say that the High Court order is redundant. I have to honor the judicial pronouncement, but it is challengeable in the Supreme Court. Now with the existing new act, new provisions, with the supporting provisions which we have made, now it is easily challengeable in the Supreme Court. മുനമ്പത്തെ കാസക്കാരുടെ ഒത്താശയോടെ എത്തിയ സംഘികളുടെയും ചങ്കിലാണ് കേന്ദ്രമന്ത്രിയുടെ പരാമർശങ്ങൾ ചെന്നുകൊണ്ടത്. അതുവരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം തന്നെ റിജിജു ആവർത്തിച്ചപ്പോൾ അവരുടെ തൊണ്ടയിലെ വെള്ളം അങ്ങ് വറ്റിപ്പോയി. ഇത്രയും കാലം മുനമ്പത്തെ ജനങ്ങളെ തങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന കാര്യം പരസ്യമായതോടെ സംഘികൾ പതിയെ സ്കൂട്ടാവാൻ തുടങ്ങി, മാളത്തിലേക്ക് പിൻവാങ്ങി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ വളരെ ബോധപൂർവ്വം വളച്ചൊടുക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയുമാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ല് പാസ്സാക്കിയതിന്റെ നന്ദി സൂചകമായി മുനമ്പത്ത് NDA സംഘടിപ്പിച്ച നന്ദി മോദി പരിപാടി തന്നെ പാരയായപ്പോൾ ഇളിഭ്യരായത് സംഖ്യകൾ മാത്രമായിരുന്നില്ല കേട്ടോ. സാധാരണ മനുഷ്യരെ വീടുകളിൽ നിന്നും വിളിച്ചിറക്കി പച്ച വർഗീയത വിളമ്പാൻ വേണ്ടി മത്സരിച്ച ചില പുരോഹിതരും ഒരക്ഷം മിണ്ടാനാവാത്ത അവസ്ഥയിൽ നാവിറങ്ങിപ്പോയ അവസ്ഥയിലായിപ്പോയി. കേന്ദ്രം നേരിട്ടിടപെട്ട് എല്ലാം ശരിയാക്കുമെന്ന് വിശ്വസിച്ച സഭാ നേതൃത്വം ഇതോടെ ഭയങ്കര വെട്ടിലായിപ്പോയി. അതിന്റെ തെളിവായിരുന്നു സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കരയുടെ പ്രസ്താവന.
മുനമ്പം വിഷയത്തിന് പരിഹാരമുണ്ടാക്കത്തിൽ നിരാശയും ആശങ്കയും ഉണ്ടെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കേണ്ട ഗതികേടിലെത്തി. മുനമ്പം ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വഖഫ് ഭേദഗതി ബില്ലിലൂടെ പരിഹാരമാകുമെന്നാണ് കരുതിയിരുന്നെങ്കിലും അത് തെറ്റിപ്പോയെന്ന് സമരസമിതി ചെയർമാൻ ജോസഫ് റോക്കി തന്നെ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പറയുന്നതെന്നും അതല്ല എത്രയും വേഗമുള്ള ഒരു പരിഹാരമാണ് തങ്ങൾ ആഗ്രഹിച്ചിരുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. കേന്ദ്രമന്ത്രിയിൽ നിന്ന് പരിഹാര പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്ന മുനമ്പം സമരജനതയ്ക്ക് വീണ്ടും നിരാശ. പ്രതീക്ഷിച്ച ഗുഡ് ന്യൂസ് ഉണ്ടാകാത്തതിൽ ആശങ്കയറിയിച്ച് മുനമ്പം സമരസമിതി. തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു. ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്. വഖഫ് ഭേദഗതി ബില്ല് മുനമ്പം വിഷയത്തിനുള്ള ഒറ്റമൂലിയാണെന്ന BJPയുടെ പ്രചാരണം പൊളിഞ്ഞുവെന്നും കേന്ദ്രമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ സത്യം വീണുപോയതോടെ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം പാളിയെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തന്നെ വ്യക്തമാക്കിയത്. മുനമ്പത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് BJP ചെയ്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP RSS നാടകം പൊളിഞ്ഞുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. വഖഫ് നിയമം പറഞ്ഞുകൊണ്ട് BJP മുനമ്പത്തുകാരെ വഞ്ചിച്ചുവെന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും കുറ്റപ്പെടുത്തി. ഉദ്ദേശം വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയും. ഇതെല്ലാം കേൾക്കുകയും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുകയും ചെയ്തോടെയാണ് സമരക്കാർ ആദ്യമായി യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായത്. അവരാദ്യമായി സംഘികളെ അവിശ്വസിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. മന്ത്രി റിജിജുവിന്റെ തുറന്നു പറച്ചിൽ കഴിഞ്ഞതോടെ സംഘികൾ പതുക്കെ കളം വിട്ടു തുടങ്ങുകയും ചെയ്തിരുന്നു. അഴകൊഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞ് ഉരുണ്ട് കളിച്ച് BJPയുടെ മൾട്ടി ബില്യനെയർ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തൊക്കെ വന്നെങ്കിലും പതിപോലെ അത് ഉണ്ടയില്ലാത്ത വെടിയായി മാറി. അദ്ദേഹത്തിനും ഈ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. പച്ച നുണ ജീവിക്കുന്ന കാസക്കാർ പുതിയ കള്ളങ്ങളുമായി രംഗത്ത് വരാൻ നോക്കിയെങ്കിലും പോ മോനെ ദിനേശ, പോ മോനെ സംഘിക്കുഞ്ഞെ എന്ന മുനമ്പത്തുകാരുടെ പറച്ചിൽ കേട്ട് വന്ന സ്പീഡിൽ സ്കൂട്ടാൻ വേണ്ടി വന്നു. തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു. ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞു പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ റൂൾസ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. വലിയ മാറ്റങ്ങളാണ് ഈ പുതിയ സാഹചര്യം സൃഷ്ടിച്ചത്. അതുവരെ പ്രശ്നം പരിഹരിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ എല്ലാം പുച്ഛിച്ചു തള്ളിയ സമരസമിതി സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ തയ്യാറാവുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അതിന്റെ തുടർച്ചയാണ് സർക്കാർ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചത്. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയിലെ താമസക്കാർക്ക് ഭൂനികുതി അടയ്ക്കാമെന്ന ഹൈക്കോടതി തീരുമാനത്തിന് പിന്നാലെയാണ് കരമടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാമെന്ന അഭിപ്രായത്തിലേക്ക് സമരസമിതിയിലെ ഭൂരിപക്ഷം പേരും എത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നാണ് കോടതി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇത്രയും കാലമായി മുടങ്ങിക്കിടന്ന നികുതി അടയ്ക്കാനുള്ള അവകാശം മുനമ്പത്തെ മനുഷ്യർക്ക് ലഭ്യമാക്കി സർക്കാർ ഉത്തരവിട്ടത്. ഉത്തരവിന് പിന്നാലെ 250-ലേറെ പേരാണ് തങ്ങളുടെ ഭൂമിക്ക് കരമടച്ചത്. മുനമ്പത്തെ മനുഷ്യർ സമരം ആരംഭിച്ചത് തന്നെ ഭൂമിക്ക് കരമടയ്ക്കാൻ ചെന്നപ്പോൾ അതിന് കഴിയാതെ വന്നപ്പോഴാണ്. അപ്പൊ കരമടയ്ക്കാൻ കഴിഞ്ഞതോടെ സമരം നിർത്താനുള്ള ആലോചനകൾ സ്വാഭാവികമായും അവർക്കുണ്ടായി. അവരുടെ ആവശ്യം ഇതാണല്ലോ, അല്ലാതെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കല്ലോ. അതാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് ഭൂസംരക്ഷണ സമിതി എത്താനുള്ള കാരണം തന്നെ. ഈ 610 കുടുംബങ്ങളുടെ വിജയമാണ്. അവരുടെ ചേർന്നുള്ള അവരുടെ ജീവിതത്തിൻ്റെ തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ വിജയമാണിത്. എന്നാൽ റിജിജു വന്നതോടെ കാറ്റുപോയ സംഘികൾ ഇപ്പോൾ പുതിയ കലാപരിപാടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നികുതി അടച്ചതുകൊണ്ട് മാത്രം സമരം നിർത്താനാവില്ല എന്നും എല്ലാ റവന്യൂ അവകാശങ്ങളും ലഭിച്ചാൽ മാത്രമേ സമരം നിർത്താവൂ എന്നുമാണ് മാസങ്ങളായിട്ട് ഓരോ പണിക്കും പോകാതെ ഈ സമരം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഈ പട്ടിണി അല്ലേ, ദാരിദ്ര്യല്ലേ, നിങ്ങൾ എവിടെയായിരുന്നു ഇക്കാലം അത്രയും എന്ന് ചോദിച്ചു ഒന്നും കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവരിപ്പോ പറയുന്നത് ഭൂസംരക്ഷണ സമിതി സമരം നിർത്തിയാൽ തങ്ങൾ പുതുതായി ഒരു പുതിയ സമരം അങ്ങോട്ട് സംഘികളുടെ വക തുടങ്ങുമെന്നാണ്. സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് സമരം നിർത്തുന്നതെന്ന് മുനമ്പം വെള്ളാങ്കണ്ണി പള്ളി സഹവികാരി മോൻസി വർഗീസ് വ്യക്തമാക്കുമ്പോൾ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ചിലരുടെ മാത്രം അജണ്ടയാണെന്നാണ് സമര പന്തലിലെ സംഘീയ അനുകൂലികൾ വിളിച്ചുകൂവിക്കൊണ്ടിരിക്കുന്നത്. കാസക്കുഞ്ഞുങ്ങളും സംഘികളും ഒരിടൽ നിർത്തിയിട്ടില്ലെന്ന് സാരം. വഖഫ് ബോർഡിന്റെ ലാൻഡ് രജിസ്ട്രിയിൽ നിന്ന് 615 കുടുംബങ്ങളുടെ ഭൂമി ഒഴിവാക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്.
ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരും ആയിരുന്നു വെച്ചെങ്കിൽ ഇവരുടെ രണ്ടുപേരെയും കൂട്ടുകെട്ടിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റും. ഈ മനുഷ്യർ എങ്ങനെയാണ് സമരത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് നോക്കേണ്ടതുണ്ട്. അതൊരു നീണ്ട കാലത്തിന്റെ വലിയൊരു കഥയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ് ആ കഥ തുടങ്ങുന്നത്. അക്കാലത്ത് കൊച്ചിയിൽ തരിശായി കിടക്കുന്ന നില നിരവധിയായിരുന്നു. കൃഷി വർദ്ധിപ്പിക്കാൻ രാജാവ് കണ്ടെത്തിയ വഴി ആ ഭൂമികൾ പാട്ടത്തിന് കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് ഗുജറാത്തിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നെത്തിയ അബ്ദുൾ സത്താർ സേട്ട് എന്നയാൾക്ക് രാജാവ് 404.7 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഒരു വലിയ സംഭവം ഉണ്ടായി. ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. രാജഭരണമൊക്കെ വെള്ളത്തിലാകുമെന്ന വലിയ പ്രതീതി വന്നു. അങ്ങനെയാണ് പിറ്റേ വർഷം 1948 രാജാവ് നമ്മുടെ സത്താർ സേട്ടിന്റെ അനന്തരാവകാശിയായ സിദ്ദിഖ് സേട്ടിന് ആ പാട്ടഭൂമി പതിച്ചു നൽകിയത്. പതിച്ചു കിട്ടിയെങ്കിലും ആ സ്ഥലമൊന്നും ചെയ്യാനാകാത്ത നിലയിലായിരുന്നു. ഒരു ഭാഗത്ത് കടല്, മറുഭാഗത്ത് തരിശു നിലങ്ങൾ, കൃഷി പറ്റില്ല, വീട് വെക്കാൻ ആരും അതുപോലൊരിടത്ത് വരുന്നില്ല, വിറ്റുപോവുക എന്നത് ആലോചിക്കാൻ പോലും ആകാത്ത ഭീതിതമായ സാഹചര്യം. അക്കാലത്താണ് കോഴിക്കോട് ഫറൂഖിനടുത്ത് ഫറൂഖ് കോളേജ് ആരംഭിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അലിഗഡ് സർവകലാശാലയുടെ മാതൃകയിൽ ഒരു ഉന്നത കലാലയം എന്നതായിരുന്നു സ്വപ്നം. മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ മാറ്റാനുള്ള ആ ശ്രമത്തിന് സമുദായം വലിയ പിന്തുണ നൽകി. ഒരുപാട് പ്രമാണികമാർ കൈയയച്ച് സംഭാവനകൾ നൽകി. അങ്ങനെയാണ് പതിച്ചു കിട്ടിയ ഭൂമി കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതിരുന്ന സിദ്ദിഖ് സേട്ട് ആ ഭൂമി ഫറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചത്. 1950 ജനുവരി മാസമാണ് ഫറൂഖ് കോളേജ് ട്രസ്റ്റിന്റെ ചുമതലക്കാരൻ PK ഉണ്ണിക്കമ്മുവിന്റെ പേരിൽ സേട്ട് 404 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. കൊച്ചിയിൽ കിടക്കുന്ന സേട്ടിന് പോലും ഗുണമില്ലാത്ത ഈ തരിശു ഭൂമി കൊണ്ട് കോഴിക്കോട്ടെ, എനിക്ക് ആലോചിച്ചിട്ടുണ്ട് ചിരി വരിക, കോഴിക്കോട്ടെ കോളേജുകാർ എന്ത് ചെയ്യാനാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവരവിടെ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്തില്ല. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവർ ഒരുപാട് കാലം ഇങ്ങനെ ആർക്കും വേങ്ങാണ്ടാതെ ഇതിങ്ങനെ തരിശായിട്ട് കിടന്നു. അതിനിടയിലാണ് ഭൂമിയില്ലാത്ത പലരും ഇവിടെ കൂട്ടിൽ കെട്ടി പൊറുതി തുടങ്ങിയ കാര്യം കോളേജ് കമ്മിറ്റി അറിഞ്ഞത്. എന്നാൽ പിന്നെ ആ സ്ഥലം വിറ്റ് ആ പണം കോളേജിന് പ്രയോജനപ്പെടുത്തിക്കൂടെ എന്ന വലിയൊരു ചർച്ച ഉയർന്നു വന്നു. അങ്ങനെയാണ് അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ വൈപ്പിനിലെ MC പോളിനെ കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ടത്. സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് വക്കീൽ സമ്മതിച്ചു. പക്ഷെ പവർ ഓഫ് അറ്റോർണി നൽകണം. കമ്മിറ്റിക്കാർ അത് നൽകി. എറണാകുളം വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു അത്. ആളുകൾ വൈപ്പിനിലെയും പരിസരത്തെയും തരിശു നിലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഭൂമി പോൾ വക്കീല് പലർക്കുമായിട്ട് അങ്ങോട്ട് വിറ്റു. ഇതെങ്ങനെ വിറ്റൊഴിവാക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഒരുപാട് മനുഷ്യർ അന്നത്തെ വിലയ്ക്ക് ആ ഭൂമി വാങ്ങി അവിടെ സ്ഥിരതാമസമാക്കി. ചിലരൊക്കെ അല്ലാതെ തന്നെ ചിലവരൊക്കെ ഭൂമി കൈവശം വെച്ചു. അതാണ് ഇന്നത്തെ മുനമ്പത്തെയും പരിസരത്തെയും വിവാദ ഭൂമി എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ആധാരത്തിൽ സേട്ടു എഴുതിയ ഒരു വരിയാണ്. താൻ ഈ ഭൂമി കോളേജ് കമ്മിറ്റിക്ക് വഖഫായി നൽകുകയാണെന്നാണ് ആധാരത്തിൽ അദ്ദേഹം പറഞ്ഞത്. വഖഫ് എന്നാൽ എന്താണ്? ഇസ്ലാമിലെ മതപരമായ ഒരു കാര്യമാണ്. പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടെ ഒരാൾ തന്റെ സ്വത്തുവകകളിലുള്ള അവകാശം ഒഴിഞ്ഞ് ദൈവപ്രീതിക്കായി സമർപ്പിക്കുന്നതാണ് വഖഫ്. ഈ ഭൂമി പിന്നെ വിൽക്കാനാവില്ല. അങ്ങനെ എന്ത് ചെയ്തു? വഖഫ് ബോർഡിന്റെ പ്രത്യേക അനുമതി വേണം ഇത് വിൽക്കണമെങ്കിൽ എന്ന് വന്നു. ഇതാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വഖഫ് നിയമം പറയുന്നത്. അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട് ക്രയവിക്രയങ്ങൾ അസാധ്യമായ കോടികളുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനാണ് ഇങ്ങനെയൊരു നിയമം അന്ന് നിലവിൽ വന്നത്. വഖഫ് ഭൂമി നഷ്ടപ്പെടാതെ നോക്കാൻ വേണ്ടിയാണ് വഖഫ് ബോർഡിന് രൂപം നൽകിയത്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം, ഭരണഘടനാ പ്രകാരമാണ് വഖഫ് ബോർഡ് പ്രവർത്തിച്ചിരുന്നത്. മത നിയമങ്ങളല്ല, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനിടയിലാണ് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ 2007 കേരള സർക്കാർ നിസാർ കമ്മീഷന് വെച്ചത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ടേംസ് ഓഫ് റെഫറൻസ് ആയി വെച്ചത്. അതിൽ 11ാമത്തെ ഇനമായി മറ്റ് വിഷയങ്ങൾ എന്ന രീതിയിൽ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ട സംഭവം കമ്മീഷൻ പരിശോധിച്ചു. അതിനുശേഷം 2009 കമ്മീഷൻ വഖഫ് കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് അങ്ങ് നൽകി. അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രധാനപ്പെട്ട കയ്യേറ്റങ്ങളിലൊന്നായിരുന്നു മുനമ്പത്തെ ഭൂമിയെക്കുറിച്ചുള്ള ഈ വിശദാംശങ്ങൾ. മുനമ്പത്തെ 404 ഏക്കറിൽ 188 ഏക്കർ അടക്കം മൊത്തം 600 ഏക്കറിലധികം വഖഫ് ഭൂമി സംസ്ഥാനത്ത് മാത്രം നഷ്ടമായിട്ടുണ്ടെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. തുടർന്ന് വഖഫ് ബോർഡ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി കോടതിയെ സമീപിച്ചു. തുടർന്നാണ് മുനമ്പത്തെ ഭൂമി കൈവശം വെച്ചവരിൽ നിന്നും നികുതി വാങ്ങേണ്ടതില്ലെന്ന് വഖഫ് ബോർഡ് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്ന് എന്തുണ്ടായി? ഭൂസംരക്ഷണ സമിതി കോടതിയെ സമീപിച്ചു. നേരത്തെയും നിലനിന്നിരുന്ന കേസുകളുടെ പശ്ചാത്തലത്തിൽ ഇതൊരു വലിയ കോടതി വ്യവഹാരമായി മാറി. അതോടൊപ്പം എന്തുണ്ടായി? മുനമ്പത്ത് താമസിക്കുന്ന 600-ലേറെ പേരുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭൂസംരക്ഷണ സമിതി സമരം ആരംഭിച്ചു. ആ സമരത്തിന് പിന്തുണയായി വന്നതായിരുന്നു ഈ സംഘപരിവാർ കുഞ്ഞുങ്ങൾ.
അതോടെയാണ് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന വഖഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്വർഗ്ഗാവും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നൊക്കെ സംഘപരിവാർ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് തൊണ്ടയിൽ വെള്ളം പറ്റി. അതാണ് പിന്നീട് കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന വർഗീയ ധ്രുവീകരണത്തിനുള്ള പശ്ചാത്തലം ഇവിടെ സൃഷ്ടിച്ചത്. ആ സമരമാണ് ഇപ്പോൾ അതിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മളിവിടെ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വഖഫ് സംരക്ഷണ സമിതി എന്ന ചെറിയ സംഘടനയും വഖഫ് ബോർഡുമാണ് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തല്ല, ഇഷ്ടദാനമായി കിട്ടിയ ഭൂമിയാണെന്ന വാദമാണ് ഫറൂഖ് കോളേജ് മുന്നോട്ട് വെച്ചത്. ഇതിനാധാരമായ ആധാരത്തിലെ 2 വ്യവസ്ഥകളാണ് ഫറൂഖ് കോളേജ് ഇതിനടിസ്ഥാനമായി പറഞ്ഞത്. വഖഫ് അടിസ്ഥാനത്തിലാണ് ആധാരം രജിസ്റ്റർ ചെയ്തതെങ്കിലും സിദ്ദിഖ് സേട്ട് തങ്ങൾക്ക് സ്ഥലം കൈമാറിയത് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡ് ആയിട്ടാണെന്ന് കോടതി വിധികളിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് വാദിച്ചു. ആധാരത്തിലുള്ള 2 വ്യവസ്ഥകളാണ് ഇതിനുള്ള അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത്. ഫാറൂഖ് കോളേജിനെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാം, അത് ആവശ്യമെങ്കിൽ ക്രയവിക്രയം നടത്താമെന്നാണ് അതിലെ ഒരു വ്യവസ്ഥ. ഭാവിയിൽ ഫറൂഖ് കോളേജ് നിന്നു പോവുകയാണെങ്കിൽ, വിദ്യാഭ്യാസ പ്രവർത്തനം പരിപാടി നിർത്തുകയാണെങ്കിൽ, വിറ്റു കഴിഞ്ഞതിൽ ബാക്കിയുള്ള ഭൂമി സേട്ടിനോ പിൻഗാമികൾക്കോ തിരിച്ചെടുക്കാമെന്നാണ് 2ാമത്തെ വ്യവസ്ഥ. വഖഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ വെക്കാനാവില്ല എന്നാണ് ഇസ്ലാമിക നിയമം. ഇങ്ങനെ 2 നിയമങ്ങൾ എങ്ങനെ വെക്കുക? ഒന്നിൽ വഖഫ് ഭൂമി അല്ലെങ്കിൽ അല്ലാത്ത ഭൂമി. ക്രയവിക്രയം ചെയ്യുക, തിരിച്ചെടുക്കുക എന്നീ വ്യവസ്ഥകൾ വെച്ചാൽ അത് നിയമപ്രകാരം വഖഫ് ആവില്ല എന്നും ഇഷ്ടദാനമായാണ് പരിഗണിക്കുക എന്നും അതിനാൽ ഈ ഭൂമി വഖഫ് അല്ല എന്നുമാണ് അവരുടെ വാദം. ഈ വാദം മുഖവിലക്കെടുത്താണ് ഹൈക്കോടതി ഈ അടുത്തായി മുനമ്പത്ത് ഭൂമി വഖഫ് സ്വത്ത് അല്ല എന്ന് വിധി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പം നിവാസികളിൽ നിന്ന് നികുതി വാങ്ങാമെന്നും സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത്. ഈ സുപ്രധാന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 400 ദിവസങ്ങൾ പിന്നിട്ട സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴേ കാസക്കുഞ്ഞുങ്ങളും സംഘിക്കുഞ്ഞുങ്ങളും ഈ ഓരിയിടൽ തുടരൂ. കേരളം അക്ഷരാർത്ഥത്തിൽ കത്തിപ്പോകുമായിരുന്നു. ഒരു വർഗീയ മുനമ്പിൽ നിന്നും മതേതര മനുഷ്യർ തിരിഞ്ഞു നടന്നതാണ് ഇന്നത്തെ മുനമ്പത്തിന്റെ ചരിത്രം. നിങ്ങൾ മതേതര കേരളത്തോട് ചെയ്യുന്നത് വരും തലമുറ പോലും പൊറുക്കില്ല കാസക്കുഞ്ഞുങ്ങളെ. ഞങ്ങളത് ഓർത്ത് വെക്കുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.